യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാൻ പൊതുവെ അറിയപ്പെടുന്നത്. അന്ത്യത്താഴ് സമയത്ത് ക്രിസ്തുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് സ്നേഹം അനുഭവിച്ചറിഞ്ഞവനാണ് വിശുദ്ധ യോഹന്നാൻ. ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിന് പ്രധാന ഘട്ടങ്ങളിലെല്ലാം യോഹന്നാനെ കൂടെ കൂട്ടുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞപ്പോൾ പത്രോസിനേക്കാൾ വേഗം കല്ലറയുടെ സമീപം ഓടിയെത്തിയത് വിശുദ്ധ യോഹന്നാനായിരുന്നു. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ശിഷ്യന് ഗുരുവിനോടുണ്ടായിരുന്ന അഗാധമായ സ്നേഹമാണ്. ഇതുപോലുള്ള അഗാധമായ സ്നേഹം ക്രിസ്തുവിനോടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യോഹന്നാനെ പോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയോട് ഒരാൾ പറഞ്ഞു, $10,000 തരാമെന്ന് പറഞ്ഞാലും ഈ പണി ഞാൻ ചെയ്യില്ല. അതിന് മറുപടിയായി മദർ പറഞ്ഞു, $1,00,000 തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇത് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തെളിമയുള്ളതാണെങ്കിൽ അതേ സ്നേഹത്താൽ സഹോദരങ്ങളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ജീവിതത്തിന് എല്ലാ നന്മകളുടെയും എല്ലാ ശുശ്രൂഷയുടെയും എല്ലാ സാക്ഷ്യങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നത് സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാന് ആ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കത്തിജ്വലിക്കുവാനും സാധിച്ചു. നമ്മുടെയും ജീവിതത്തിൽ വിശുദ്ധ യോഹന്നാനെ പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ കത്തിജ്വലിക്കുമെങ്കിൽ മാത്രമേ നമുക്കും വിശുദ്ധ യോഹന്നാനെ പോലെ നന്മയുള്ള സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന തീക്ഷ്ണതയുള്ള അപ്പോസ്തലന്മാരായി മാറുവാൻ സാധിക്കും. അതുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.